ശബരീഷ് ചേട്ടാ, അപ്പൊ വീണ്ടും പോലീസ്. പോലീസിനോട് എന്താ ഇത്ര ഒരു പ്രിയം? പോലീസ് കുറവല്ല ശബരീഷ്. മൂന്നാമത്തെ ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് ചെയ്യുന്നത്. മുമ്പ് SI, CI, DIG, DYSP. കോൺസ്റ്റബിൾ ആണ്. പക്ഷെ അത് ഗ്രാമത്തിലെ ഞാൻ കഴിഞ്ഞ 2 പടത്തിനും കോൺസ്റ്റബിൾ ആയിരുന്നു. ഇതില് ഉദ്യോഗമായിട്ട് കിട്ടി. ഗുണമുണ്ട് കരിയറിൽ. പക്ഷെ നമ്മള് പോലീസിന്റെ മാസോ പരിപാടികളോ മറ്റുള്ള ഒന്നുമില്ലല്ലോ. വളരെ കാഷ്വൽ ആയിട്ട് ഒരു അയ്യോപാവം പോലീസ് സ്റ്റേഷൻ, അതാണ് പറയുന്നത്. അയ്യോപാവം പോലീസുകാര് ശ്രീനിവാസനിലെ ജയറാമേട്ടനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. അതെ. പക്ഷെ ആ സാധാരണക്കാരായ കുറച്ച് പേര് അതാണ് എടുത്തെടുത്ത് പറയുന്നത്. നമ്മൾ ഈ സാധാരണ ഈ ഒരു ഇങ്ങനെ മാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ യൂഷ്വലി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലുള്ള ഒരു ഫീൽ ആണോ? അല്ല, ഇത് ആക്ച്വലി അതല്ല ആക്ച്വലി ഈ പറയുന്ന മറ്റുള്ളവരെ കണക്ട് ചെയ്ത് അപ്പൊ തന്നെ വയർലെസ് വിളിച്ച് ഇവിടെ പ്രേതം കൊണ്ട് DIG ഇടപെടുന്നൊന്നുമില്ല. ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ല. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും ഒരു എന്താ പറയാ, ഈ ഒരു കാർട്ടൂൺ കാണുന്ന പോലെ ഒരു മുത്തശ്ശി കഥയും കാർട്ടൂണും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് പേടിക്കാനുണ്ട്. ഇവര് പേടിക്കുമ്പോ നമുക്ക് ചിരിക്കാനുണ്ട്. അങ്ങനെ രസമുണ്ട്, കണ്ടിരിക്കാൻ പറ്റും. വീണ ചേച്ചിക്ക് പ്രേതത്തിനെ പേടിയുണ്ടോ? ഇല്ലില്ല, ഞാനും പ്രേതവും കോമ്പറ്റീഷനാണ്. എന്തെങ്കിലും ഇതുപോലത്തെ പണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. പ്രേതം, ഇരുട്ടൊക്കെ പേടിയായിരുന്നു. ഇപ്പൊ അതൊന്നും പേടിയില്ല, ശീലമായി. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ലില്ല, എക്സ്പീരിയൻസ് ഒക്കെ അവിടെയാ. ആർക്കാ? അതുവഴി പ്രേതം പോയി അവളുടെ അടുത്ത് വരും. പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി വെച്ചു. എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ. ഇപ്പൊ എന്താ ഫീൽ ചെയ്യണേ? പ്രേതം പേടിപ്പിക്കുമ്പോ പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ള എനർജി ഉണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു എന്തെങ്കിലും. ഇപ്പൊ എന്താ ഫീൽ ക്ലോസ് വരല്ലേ? ഹാലോവിൻ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങി വരിക. എവിടെയായിരുന്നു ആദ്യം ഒന്ന് നേരത്തെ അറിഞ്ഞു, അല്ലെങ്കിൽ ശരിക്കും എന്റെ മുടി കൂടി ശരിയാക്കാനുണ്ട്. പ്രേതമൊക്കെ വന്നിട്ട് മുടിയൊക്കെ ചെയ്ത് തന്നിട്ട് പോയി. ഇത്രേ ഉള്ളൊരു പ്രേതം. മുടി വന്നാ മുടി മൂടി ജീവാനായി പിന്നെ കാറ്റ് വരും. തഴുകിയിട്ട് പോയി. ഞാനാണെങ്കിലേ വിചാരിച്ചതില്ല ഇങ്ങനെ ഒരു അനക്കം നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു. പക്ഷേ ശരിക്കും പേടിച്ചല്ലേ പെട്ടെന്ന്? ഒരു സെക്കൻഡ് പേടിച്ചില്ല, ഒരു ഭയം. എല്ലാരും ക്യാമറ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ പേടിക്കുന്നു. നനഞ്ഞോ താഴെയില്ല? ഞാൻ കുട്ടികളുടെ ഉടുപ്പൊക്കെ ഇട്ടാലും ഒരു വലിയ ആളാ. കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞേ, ചേട്ടന്റെ ഇളയതുണ്ട്. ചേട്ടന്റെ ഇളയത് ഇതുമാതിരി ഇപ്പഴല്ല, കുറച്ചാള് മുന്നേ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വീട്ടിൽ കൊണ്ട് ഇങ്ങനെ ചക്കടു കുക്കടു എന്നൊക്കെ കേൾക്കാൻ തോന്നും. അത് നേരെ കുഞ്ഞു പിള്ളേരൊക്കെ ചോദിക്കുന്ന ഷൂച്ചോന്നൊക്കെ. അങ്ങനെ ചോദിച്ചില്ലായിരുന്നു. എല്ലാ കുഴപ്പം, ഞങ്ങള് നേരത്തെ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ വീണ്ടും ബാക്ക് ടു വരികയാണെങ്കിൽ ഈ ഒരു പ്രോജക്ട്, ഈ പ്രൊഡക്ഷൻ മൈൻഡിൽ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു പ്രോജക്ട് എങ്ങനെയാ ചേച്ചിയുടെ അടുത്തോട്ട് വന്നത്? ഇത് ഞാനും സൈജേട്ടനും കുറച്ച് നാളായിട്ട് ഒരു പ്രൊജക്ട് സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ആ കഥയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ZEE5 ഇങ്ങനെ ഒരു വെബ് സീരീസിന്റെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സബ്മിറ്റ് ചെയ്തു. പക്ഷെ അത് വെബ് സീരീസിന് പറ്റുന്നതല്ല എന്ന് നമുക്കും അറിയാം. പക്ഷെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നോക്കിയതാ, കിട്ടിയ കുട്ടി ഇല്ല ചട്ടി എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എനിക്കൊക്കെ നല്ല ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടറാണ് ഞാൻ അതിനകത്ത്. അതൊരു ലേഡീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു 5 ലേഡീസിന്റെ സ്റ്റോറി ആയിരുന്നു. പക്ഷെ അത് ZEE5 വെച്ചിട്ട് അങ്ങനെ കൊടുത്തതാ. അപ്പൊ എന്നിട്ട് ആ പ്രൊജക്ട് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞു അത് വെബ് സീരീസിനെ പറ്റുന്നല്ല, സിനിമയ്ക്ക് തന്നെ പറ്റുന്നതാണ് ആ സ്റ്റോറി. സോ അങ്ങനെ ചാനൽ സുനീഷ് വാർനാടിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് തന്നു. അപ്പോൾ അത് ഞാൻ സുനീഷേൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഏട്ടന് കൊടുത്തു. ഏട്ടൻ നോക്ക്, ഇത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് ഏട്ടൻ നോക്കിയപ്പോൾ ഏട്ടൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നതും. ഫസ്റ്റ് ഷാജുവേട്ടനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് വിളിക്കുന്നത്. മറ്റേ 5 പെണ്ണുങ്ങളുടെ ചേർന്ന് തമ്മിലടിച്ച് മരിച്ചാണ്. അല്ല, 5 പേര് 5 സ്ഥലത്താ ഷൂട്ട്. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിപൂർവ്വം ഒരുമിച്ച് ഫ്രെയിമിൽ വരുന്നില്ല. 5 പേരും ഒരുമിച്ച് ഇന്റർവ്യൂല് വരണ്ടേ? സുനീഷ് ഹ്യൂമർ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. സുനീഷ്
ബഡായി ബംഗ്ലാവ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ബഡായി ബംഗ്ലാവിന്റെ ഒക്കെ കുറെ ഷോസിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ്. ഇപ്പോഴും ഒരു ലൈവ് സ്റ്റേജിൽ കയറി 1 മണിക്കൂർ ആൾക്കാരെ ഒറ്റയ്ക്ക് നിന്ന് എന്റർടൈൻ ചെയ്യുന്ന ഒരാളാണ്. വൺ ഷോ ചെയ്യുന്ന ആളാണ്. അപ്പം പുള്ളിക്കൊരു ഹ്യൂമർ സെൻസ് ഉണ്ട്. അപ്പം ഈ സ്ക്രിപ്റ്റ് പുള്ളി ആ ഒരു കാഴ്ചപ്പാടിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പുള്ളി സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളി അത് എഴുതിയിരിക്കുന്നത്. കാരണം നമുക്കിതൊരു സീയുടെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ വലിയൊരു ബഡ്ജറ്റ് നമുക്കിതിന് തരാൻ പറ്റില്ല. ഒരു പരീക്ഷണമായിട്ട് അവരിത് ട്രൈ ചെയ്യുമ്പോൾ ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് നിന്നിട്ട് ഷൂട്ട് ചെയ്ത് തീർക്കണം. അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് പുള്ളി അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പരിപാടിയുണ്ട് അതിനകത്ത്. അപ്പം അത് തന്നെയായിരുന്നു എല്ലാവരെയും ഇതിനകത്തേക്ക് അടുപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. ഇപ്പം ശബരീഷ് ആണെങ്കിലും പിന്നെ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് കേൾക്കാതെ ഓക്കെ ഞാൻ വരാടി എന്ന് പറഞ്ഞത് ഷാജു ഏട്ടനാണ് ആദ്യം തന്നെ. ഞാൻ എന്റെ വീണ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വരാമെന്ന് ആദ്യം പറഞ്ഞ ആളാണ് ഷാജു ഏട്ടൻ. ഷാജു പിന്നെയാണ് സ്ക്രിപ്റ്റ് ഒക്കെ കാണുന്നത്. പിന്നെ ആദ്യമാണെങ്കിലും ഒക്കെ ആ സ്ക്രിപ്റ്റ് വായിച്ച് ഞങ്ങൾക്ക് അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുമോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ക്യാരക്ടർ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് പെർഫോം ചെയ്യാനുണ്ട് എന്ന് മനസ്സിലായി അതിനകത്തേക്ക് ഇന്നായതാണ് ഇവരെല്ലാവരും. ശബരീഷന്റെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ശബരീഷിന്റെ കാസ്റ്റിംഗ് ശബരിക്ക് മുന്നേ വേറൊരാളായിരുന്നു. പിന്നെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അത് ഡ്രോപ്പായി. ചാനലും കുറച്ചും കൂടെ വേറെ 1-2 ഓപ്ഷൻസ് നോക്കാൻ പറഞ്ഞു. അപ്പൊ ശബരിയുടെ പേര് ഞാൻ ചാനലിലേക്ക് പറഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞപ്പോഴേ ഇഷ്ടപ്പെട്ടു. അവർ കുറച്ച് ഓപ്ഷൻസും നമുക്ക് തന്നിരുന്നു. പക്ഷെ എനിക്കും ശബരി അറിയാം എന്നൊരു പ്രധാന കാരണമാണ്. നമ്മുടെ കൂടെ അത് ഇത്രയും ഒരു ചെറിയ സമയങ്ങൾ കൊണ്ട് തീർക്കേണ്ടതായതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണ് സൈജേട്ടനും ഞാനിവിടെ സാഹസം സിനിമയുടെ ലൊക്കേഷനിലാണ് ചെന്ന് കാണാൻ പോകുന്നത്, സംസാരിക്കുന്നത്. അപ്പൊ സ്ക്രിപ്റ്റ് അയക്കാൻ പറയുന്നു. സ്ക്രിപ്റ്റ് അയച്ചു കഴിഞ്ഞ് പിന്നെ സംസാരിക്കാനൊന്നും വന്നിട്ടില്ല. ഡീറ്റെയിലിംഗ് ഒന്നും ക്യാരക്ടറിന് പെട്ടെന്ന് തന്നെ കണക്ട് ആയി. ശബരീഷിനാണെങ്കിലും ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ ദിവസം വരുമ്പോ നമുക്കൊരു ക്യാരക്ടറിലേക്ക് കയറാനുള്ള സമയമൊന്നും ഇല്ല. വളരെ പെട്ടെന്ന് ഷൂട്ട് തീർക്കണ്ട. വളരെ 15 ദിവസം കൊണ്ട് മൊത്തത്തിൽ ഷൂട്ട് തീർന്നു. അപ്പം അതിനകത്ത് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഒന്നാമത്തെ എപ്പിസോഡിലെ 2ാമത്തെ 3ാമത്തെ സീനും പിന്നെ 7ാമത്തെ എപ്പിസോഡിലെ 2ാമത്തെ സീനും ഒക്കെ എടുക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പം ഒരു ക്യാരക്ടർ പെട്ടെന്ന് ക്യാച്ച് ആയില്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് അത് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഷാജു ഏട്ടനും ശബരിയുമാണ് എല്ലാ സീനിലും ഉള്ള ആൾക്കാർ. ഇവർ രണ്ടുപേരും ആ ക്യാരക്ടറിനെ തുടക്കത്തിൽ പിടിച്ചതിന് ശേഷം അവസാനം തീരുന്നവരെ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് സീൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. അവർ ആ ക്യാരക്ടറായിട്ട് എപ്പോഴും നല്ല രസമായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ എന്നെ സംബന്ധിച്ചില്ലായിരുന്നു ഇതിനകത്ത്. മനസ്സിലായി. ഈ വീണ ചേച്ചി ഇവരൊക്കെ പറയുമ്പോഴത്തേക്ക് ചേച്ചി ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഇപ്പൊ ഷാച്ചേട്ടനായാലും എല്ലാവരും വരുന്നു എന്ന് പറയുന്നു. ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ക്വാളിറ്റിയും കൂടെ ആയിരിക്കും. ചേച്ചി എല്ലാവരുടെ അടുത്തും ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് എപ്പോഴും നിലനിർത്തുന്ന കൂട്ടത്തിലാണോ? ഇപ്പൊ ഇതിനകത്തുള്ള എല്ലാവരുടെ അടുത്തും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഷാജുവേട്ടനായിട്ട് 20 വർഷത്തെ സൗഹൃദം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സൈജുവേട്ടനായിട്ട് ഷാജുവേട്ടനായിട്ടും ഏകദേശം 2006 മുതൽ 20 വർഷത്തെ സൗഹൃദം ഉണ്ട്. അതെ അപ്പൊ ഞങ്ങള് തമ്മില് ഒരു 5 വർഷത്തിന്റെ 50 വർഷമായി. 5 വർഷത്തെ സൗഹൃദം. 5 വർഷം പോരാ, 5 വർഷം പോരാ. 2016 ഷോയുടെ കാര്യം എപ്പോഴും വിട്ടു. ഞങ്ങളൊരു ഷോയ്ക്ക് പോയി പെട്ടു. അങ്ങനെയാണ് ഭയങ്കര കമ്പനിയാവുന്നത് ദുബായില്. അപ്പൊ അതിനുശേഷം വെള്ളരിപ്പട്ടണ സിനിമ ചെയ്തൊരു 15 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളായിട്ട് ഒരുമിച്ച്. അതുകൊണ്ടാണല്ലോ ഇതും 15. പിന്നെ ദേവുവിനെ എനിക്ക് 17-18 മുതൽ ദേവുവിനെ അറിയാം. ദേവു എന്ന് വെച്ചാൽ അവളെ വിളിക്കുന്ന പേര് ആദ്യം ദേവു എന്ന് വിളിക്കുക.